ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുട്ടി വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ലെവലിൽ നിന്ന് ഏകദേശം 4 അടി മുതൽ 5 അടി വരെ ഹൈറ്റ്, അത്രയും പൊക്കത്തിൽ നമ്മൾ ക്ലിയറായിട്ട് ഒരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടിൻ്റെ മിക്സ്ചർ അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ക്ലിയറായിട്ട് ഇതുപോലെ റോളറിൽ ചെയ്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പുട്ടി ഇതിൽ നിന്ന് പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് മിക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുട്ടിയിൽ നല്ല ക്ലിയറായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല ക്ലിയറായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം ഈ മിക്സ് ചെയ്യാതെ കിടക്കുന്ന പൗഡറെല്ലാം കൂടെ അടന്ന് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് ഇതുപോലെ ഭിത്തിയിലുള്ള മണ്ണും അതുപോലെ തന്നെ തേച്ചതിൻ്റേതായിട്ടുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും പൊങ്ങിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒന്ന് ചുരണ്ടി ക്ലിയറായിട്ട് ലെവൽ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ലെവൽ ചെയ്യാത്ത പക്ഷം ഇതിനകത്ത് സംഭവിക്കുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് കൂടെ വെച്ചിട്ട് നമ്മൾ പുട്ടി വലിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ലൈൻസ് പിടിക്കാനും അതുപോലെ തന്നെ പിന്നീട് അത് അടന്ന് വരാനും അങ്ങനെയുള്ള ലൈനുകളിലൊക്കെ ക്ലിയർ ആവാതിരിക്കാനും പുട്ടി ലെവലാകാതിരിക്കാനും ഒക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് കളയണം. ഇത് കഴിഞ്ഞ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ലെവലായിട്ട് തന്നെ പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പിന്നീടാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പേപ്പർ പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ തന്നെ പേപ്പർ പിടിച്ച് മാറ്റാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാക്സിമം ലെവൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാക്സിമം ലെവൽ ചെയ്ത് ഇതുപോലെ തന്നെ പുട്ടി അങ്ങ് വലിച്ച് ലെവൽ ചെയ്ത് ഈ പറയുന്ന സ്വിച്ച് ബോർഡ് പോലുള്ള ഭാഗത്തുമൊക്കെ 4 വശത്തും ക്ലിയറായിട്ട് തന്നെ പുട്ടിയൊക്കെ വലിച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ബോക്സൊക്കെ പിടിപ്പിക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ ഇരിക്കും. ഇല്ലാത്ത കണ്ടീഷനിൽ അവിടെയൊക്കെ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം ക്ലിയർ ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ ജോയിൻറ്റുകളും അല്ലെ വാതിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ വരുമ്പം ആ മൂലകളെല്ലാം ആദ്യം തന്നെ പുട്ടിയിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഫൈനലായിട്ട് ടച്ചിങ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പറയുന്ന സ്കഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴും ഇതിൻ്റെ മൂലകളെല്ലാം തെറിച്ച് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം ഒഴിവാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും വാട്ടർ പ്രൂഫിങ്ങിന് ശേഷം ഇതുപോലെ തന്നെ ക്ലിയറായിട്ട് ലെവലായിട്ട് തന്നെ പുട്ടിയിട്ട് നല്ല രീതിയിൽ 2 കോട്ട് പുട്ടിയിട്ടിട്ട് തന്നെ പേപ്പർ പിടിച്ച് അതിൻ്റെ ലെവലിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.